ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ നാളത്തെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഗംഗാധരൻ പോകുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തരുടെ അടുത്തും യാത്ര പറഞ്ഞു ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റേതായ രീതിയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബാലചന്ദ്രനോടുള്ള ഒരു റെക്കമെൻഡേഷനാണ്. അതായത് വൈജ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉള്ളൊരു പോര്, അതായത് ഒരു ഇത് ഉണ്ടാവരുത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ തെറ്റുകൾക്കും ബാലചന്ദ്ര ക്ഷമിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ പറ്റുന്നിടത്തോളം ഗംഗാധര ബാലചന്ദ്രനോട് കേണപേക്ഷിച്ച് തന്നെ സംസാരിച്ചു കേട്ടോ. എന്നിട്ടാണ് പിന്നെ വൈജയന്തിയെ കാണാൻ പോകുന്നത്. പക്ഷേ ഇതൊന്നും അല്ല, അവിടുത്തെ കളി വേറെ കേട്ടോ. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ ആരും മറന്നു പോകല്ലേ കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ വൈജയന്തിയെ കാണാനായിട്ട് ചെന്നുവല്ലോ. അപ്പോൾ വൈജയന്തിയോട് പറഞ്ഞു, നീ ഇനിയെങ്കിലും നിൻ്റെ അഹങ്കാരമൊക്കെ നീ ഒന്ന് അടക്കി, നീ ഒന്ന് ഒരു ഭാര്യയായി മക്കളുടെ അമ്മയായിട്ട് നീ ഒന്ന് നിലത്ത് നിൽക്ക് വൈജയ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നെ ആരും ഉപദേശിക്കാനായിട്ടൊന്നും നിൽക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്നും. ഞാൻ ബാലചന്ദ്രൻ്റെ വീട്ടിൽ കാലെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരുമ്പെട്ടവൾ, അതായത് ബാലചന്ദ്രൻ്റെ മകൾ എന്ന് പറയുന്ന അലീന അവിടെ ഉണ്ടാവരുത് എന്നിങ്ങനെ വൈജ പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, അതെ നീ നമ്മുടെ ഭാഗത്ത് നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ, അതായത് വൈജയന്തിക്ക് പണ്ട് ഉണ്ടായ കാര്യത്തെ ബേസ് ചെയ്ത് ബാലചന്ദ്രൻ പറഞ്ഞു, നമ്മളും അത്ര വലിയ പെർഫെക്റ്റ് അല്ല, നമ്മുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ഇടണം. ഇപ്പം ഗംഗാധരനാണെങ്കിൽ വൈജയ്ക്ക് ഒറ്റ ഡയലോഗിൽ മറുപടി കൊടുക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല, പിന്നെ കാര്യങ്ങൾ വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കളി. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അവർ ഒളിച്ചു പിടിച്ചുകൊണ്ട് വൈജയുടെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ വൈജ പല കാര്യങ്ങളും തീരുമാനം എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. എനിക്കാരെ ഔദാര്യമൊന്നും വേണ്ട, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും എൻ്റെ മക്കളുമായിട്ട് ഞാൻ ജീവിക്കും, എങ്കിലും ഞാൻ അയാളടുത്തും അയാളുടെ ആ ഒരുമ്പെട്ട മകളുടെ അടിമത്വം സ്വീകരിക്കാൻ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ ദേഷ്യഭാവത്തോടെ സംസാരിക്കാൻ കേട്ടോ. അപ്പോഴും ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, നീ കാരണം നിൻ്റെ കുടുംബം ചിന്ന ഭിന്നമാകും എന്ന രീതിയിൽ ഗംഗാധരൻ പറഞ്ഞ് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട. പക്ഷെ അമ്പിലും വില്ലിലും ഒന്നും അടുക്കണില്ല കേട്ടോ വൈജയന്തിക്ക് താൻ പിടിക്കണ മുയലിന് 3 കൊമ്പ് എന്നുള്ള മട്ടിലാണ് വൈജയന്തിയുടെ പെർഫോമൻസ്. ഭയങ്കര ദേഷ്യം കേട്ടോ. പക്ഷേ പുള്ളിക്കാരത്തി നോക്കുമ്പം പുള്ളിക്കാരത്തി ഒരു 22 കൊല്ലം മുന്നേ ഒരു അവിഹിത ബന്ധം ഉണ്ടായെങ്കിലും അതിലൊരു കുഞ്ഞുണ്ടായെങ്കിലും ഇന്നിപ്പോൾ ആ കുഞ്ഞും മറ്റൊന്നും ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തി ആ ഒരു അഹന്തയിലാണ് ഈ സംസാരിക്കുന്നത്. പക്ഷെ ബാലചന്ദ്രൻ തെറ്റ് ചെയ്തിട്ട് ആ മകളെ തലയുയർപ്പോടുകൂടി ഇങ്ങ് കൊണ്ടുവന്ന് മറ്റുള്ളവരെ മുമ്പിൽ അങ്ങോട്ട് കാണിച്ചേക്കുക. അത് വൈജയന്തിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ വൈജയന്തിക്ക് ശരിക്കും അലീനയോട് എന്താണ് ഇത്ര ദേഷ്യം? ആ കുട്ടി എന്ത് തെറ്റാണ് ശരിക്കും ചെയ്തത് അല്ലേ? ഒരു ഹോം നേഴ്സായിട്ട് വന്നു, മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി, ആ വീട്ടിലെ സകലമാന പണികളും ചെയ്ത് ഒരു കുടുംബത്തിലെ എല്ലാ പണികളും നോക്കി എല്ലാം ആക്കി. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം തീക്ഷ്ണമായ വേദനകൾ ആ കുട്ടി അനുഭവിച്ചു. പക്ഷെ എന്തിനാണ് വൈജയന്തി ഇങ്ങനൊരു വെറുപ്പ് കാണിക്കുന്നത്? ഇപ്പോൾ ബാലേന്ദ്രൻ്റെ മകളാണെന്ന് ഈ അടുത്തല്ലേ അറിഞ്ഞത്, ഇതിനു മുന്നെയോ? അപ്പോൾ സത്യം പറഞ്ഞാൽ സത്യത്തിൽ ഈ അലീന ഇത്തിരി സുന്ദരിയായതുകൊണ്ടാണോ, അതാണോ വേലക്കാരിയായിട്ട് നിൽക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് അവൾക്കില്ലേ എന്നുള്ള ചിന്താഗതിയിലുണ്ടായ ഒരു അസൂയല്ലേ ശരിക്കും ഈ വൈജയന്തിക്ക്? എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഗംഗാധരനോട് പറഞ്ഞ് ഒരു തരം അഹന്തയോടുകൂടി. അപ്പോൾ ഗംഗാധരൻ കൊള്ളാൻ പാകത്തിന് തന്നെ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളോടൊന്നും അന്നും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട, ഇയാളും ഈ പറയുന്ന ബാലചന്ദ്രനും നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ എന്നെ വേറൊരു വിവാഹത്തിലോട്ട് തള്ളിവിട്ടത്. അന്നേരം ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു വിവാഹം വേണ്ട, എനിക്ക് വേറൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ
എന്നൊക്കെ ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിച്ചല്ലേ, എന്നിട്ട് ഇപ്പോൾ പറയാനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ അലീന നമ്മുടെ വൈജ സംസാരിക്കാൻ കേട്ടോ. എന്തായാലും ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അതെ മേഡത്തിന് ഒരുവിധം ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ, സർജറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ സാറ്, അതുകൊണ്ട് ഓവറായിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഇങ്ങനെ ആ നേഴ്സ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എന്തായാലും ഞാൻ ഇറങ്ങുകയാണ്, നിൻ്റെ അടുത്ത് കണ്ട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. പിന്നെ അവർ രണ്ടുപേരും ഈ ആഴ്ച എന്നെ പോവും, ആര് രാജീവും ശിവശങ്കറിനും പോകും എന്നുള്ള കാര്യവും പറയാണ്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുകയാണ് ഗംഗാധരൻ പോകുന്നതോടുകൂടി തനിക്ക് ആരും ഇല്ലാണ്ടായി പോയോ എന്നുള്ള, തൻ്റെ ആങ്ങളമാർ ഒരു സഹായത്തിന് പോലും ഇല്ലയോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വൈജയ്ക്ക് ആ നിമിഷം തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഗംഗാധരൻ ബാലേന്ദ്രനോടാണ് അടുത്ത സംസാരം. അതൊന്നൊന്നര പടി സംസാരം കേട്ടോ. ബാലചന്ദ്രനാണെങ്കിൽ ഭയങ്കര ദേഷ്യം കേട്ടോ. പുള്ളിയുടെ കണ്ണുകളിൽ അറിയാം വൈജയന്തിയോടുള്ള ആ ഒരു വിദ്വേഷം എത്രത്തോളാണെന്ന്. അപ്പോഴും ഗംഗാധരൻ വീണ്ടും അടുത്ത ഈ ആളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, വൈജ നെടുമ്പുരയ്ക്കിൽ വന്നാലും ബാലേന്ദ്ര അവളോട് ഒരു ദേഷ്യം കാണിക്കരുത്. മനുഷ്യ നിങ്ങൾ എന്താണ് പറയണത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവളെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കണോ? അതോ അവളെ തലയെ പൊക്കിക്കൊണ്ട് നടക്കണോ? ഇത്രയും നാൾ ഒരു അടിമയെ പോലെ, ഒരു ആണത്വം എന്താണെന്ന് പോലും എനിക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അടിമയെ പോലെ എന്നെ ഇട്ട് അവളെ അരച്ചലക്കി, ഇനി അവളെ അടിമയായിട്ട്, ഇനി എൻ്റെ അടിമയായിട്ട് അവൾ അവിടെ കഴിയണം. നിങ്ങൾ കണ്ടോ, അവളെ ഞാൻ ആ വീട്ടിൽ വരികയാണെങ്കിൽ അവളെ എത്രത്തോളം ഞാൻ ക്രൂശിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവളെ എത്രത്തോളം ചവിട്ടി അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ അവളെ ചവിട്ടി അരയ്ക്കും. ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണത് അവൾക്ക് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് തകർക്കട്ടോ. അപ്പോൾ ഗംഗാധരൻ ഇതൊക്കെ കേട്ടിട്ട് ഉള്ളിലൊരു ഭയം തോന്നുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് താനൊന്നും ഉദ്ദേശിക്കണ ലെവലിലൊന്നും എത്തൂല. അപ്പോഴും ഗംഗാധരൻ പറയുന്നുണ്ട് നിങ്ങളുടെ മക്കളുടെ കാര്യം, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായിട്ടുള്ള വാദങ്ങൾ വാദിക്കുന്നുണ്ട്, പക്ഷേ ഒരു നിമിഷം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ അത് വലിയ ചിന്തിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ആ വൈജയന്തി പുതിയ വീടെടുത്ത് മാറുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ ബബിതയും രോഹിത്തും കൂടെ വാലാട്ടി പോവുമായിരിക്കും. അതൊക്കെ പത്തി മടക്കി തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അന്നേരം കാണാം എന്ന് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അലീനയുടെ കാര്യവും എൻ്റെ കൃഷ്ണമോളുടെ കാര്യവും മാത്രം എനിക്ക് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ബാലചന്ദ്രൻ അങ്ങ് തകർക്കണം കേട്ടോ. പുള്ളിക്ക് അടങ്ങാനാവാത്ത ഒരു ദേഷ്യമാണ് ആരാ ഈ വൈജയന്തിയോട്. എത്ര പറഞ്ഞാൽ എന്നുവെച്ചാൽ ഒരു വല്ലാത്ത വെറുപ്പും ദേഷ്യമാണ്. പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ കടമകൾ ഞാൻ ചെയ്യുന്നത് ഇന്നും എൻ്റെ ഭാര്യ പദവി അവൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും വന്ന് ഈ ആശുപത്രി ചെലവും കാര്യങ്ങളും അവളുടെ സർജറി സമയത്തുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഒരു കുറവും ഇല്ലാണ്ട് നടത്തുന്നത്. അല്ലാണ്ട് അവളെ കൂടെയുള്ള പ്രേമം മൂത്തിട്ടൊന്നും അല്ല, മനസ്സിലായോ? ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവളെ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ ആട്ടിപ്പായിച്ചു എന്നെ. അന്നേരം മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ പണം സമ്പാദിച്ച് ഇവിടെ ഒരു ഷോപ്പിട്ട് നിങ്ങളുടെ പെങ്ങളെ കെട്ടാൻ വേണ്ടി വീണ്ടും വന്നു. അന്ന് നിങ്ങൾക്ക് ഞാൻ വന്ന പാടെ പെങ്ങളെ അങ്ങ് കെട്ടിച്ച് തരണം, വേറൊന്നുമില്ല. ഈ ഒരു കുറവ് മറച്ച് പിടിക്കാൻ എന്നെപ്പോലൊരു വിഡ്ഢിയെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് തകർക്കുക. അപ്പോൾ ഗംഗാധരൻ ആ സമയത്തും പറഞ്ഞു, സത്യത്തിൽ വൈജയ്ക്ക് അറിയില്ലായിരുന്നു, വൈജ ഒരു തെറ്റ് ചെയ്തു, അത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വൈജയന്തി ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു ബാലേന്ദ്ര എന്ന് തീർത്തു പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യ, ഞാൻ അവളെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ അവളെ ക്രൂശിക്കും. അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ആ ഒരു ശിക്ഷയാണ്. അവൾ പോട്ടെ, അവൾ കോടതി പോട്ടെ, അവൾ കേസ് കൊടുക്കട്ടെ, എനിക്ക് അവൾക്ക് എത്ര സാക്ഷികളെ വേണമെങ്കിലും അവൾ നിരത്തട്ടെ, എനിക്ക് ഒരേ ഒരു സാക്ഷി മാത്രം മതി, അവളെ അടിയിരുത്തി വരയിടാൻ എനിക്ക് അലീന മാത്രം മതി എന്നിങ്ങനെ ബാലചന്ദ്രൻ തകർത്തുകൊണ്ട് പറയണേ. ഗംഗാധരൻ്റെ ബാലേന്ദ്രൻ്റെ വാക്കുകളും ഈ അലീനയുടെ എല്ലാം കൂടെ കേട്ടിട്ട് അങ്ങോട്ട് വല്ലാത്തൊരു ഭയം ഉള്ളിൽ വരാണ്. ഇതെന്തായി തീരും, അതായത് ഈ കുടുംബം എങ്ങനെയായി തീരും എന്നുള്ള ഒരു ഭീതി വരികയാണ് കേട്ടോ. എന്തായാലും ഗംഗാധരൻ ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞ് ഞാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഒരു നിമിഷം, നിങ്ങളുടെ 2 അനിയന്മാരുണ്ടല്ലോ, അവന്മാരുടെ അടുത്ത് പറഞ്ഞേക്കണം, ഇനി എൻ്റെ അലീനയുടെ ദേഹത്ത് ഒരു മുടിനാരിര അവന്മാർ എന്തെങ്കിലും കളി കളിച്ചാൽ
പിന്നെ ഈ ബാലചന്ദ്രൻ ഇത്രയും നാൾ ഇരുന്ന ഇരിപ്പിരിക്കില്ല, നിങ്ങൾ ഓർത്തോണം, അതൊന്ന് അവന്മാരുടെ അടുത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞൊരു ഭീഷണിയൊക്കെ സ്വരത്തിലൊക്കെ പറഞ്ഞിട്ടാണ് ഗംഗാധരനെ യാത്ര അയക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ മനു അലീനയുടെ അടുത്തും ഒക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീ അലീനയെ കണ്ടോടാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടുല്ലോ മുത്തശ്ശി. എടാ അവളെന്നെ ചോദിച്ചോടാ, അവളിപ്പോൾ വലിയ അവിടുത്തെ മകളൊക്കെ അല്ലേ. മുത്തശ്ശിക്ക് എന്നാ പറ്റിയ, മുത്തശ്ശിക്ക് ശരിക്കും കുശുമ്പല്ലേ, ആ ആൻറ്റിയുടെ ഒരു കുറച്ച് കുശുമ്പൊക്കെ ഈ മുത്തശ്ശിയുടെ ആണെന്ന് തോന്നുമ്പോൾ പറഞ്ഞ് കളിയാക്കുക കേട്ടോ. അപ്പോൾ അതല്ലടാ, ഇത്രയും നാൾ അവൾ എന്നെ പൊന്നുപോലെ നോക്കി, ഇനി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ നോക്കൂടാ. മുത്തശ്ശിക്ക് എന്തെങ്കിലും മാറ്റം വന്നെങ്കിലേ ഉള്ളൂ, പക്ഷേ അലീനയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല. അവൾ അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെ. എടാ നീ അവളെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടോ? എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കണമെന്നുണ്ടല്ലോടാ മനുവേ. ഞാൻ വിളിച്ച് അവൾ സംസാരിക്കൂടെ എന്നെ? അതിനെന്താ, ഞാൻ അവളെ വിളിക്കാറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നീ വിളിക്കാറില്ല, നിനക്ക് അവളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ എളുപ്പമായല്ലോ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിൻ്റെ മുറപ്പെണ്ണായി കഴിഞ്ഞല്ലോ, ബാലേന്ദ്രൻ്റെ മൂത്ത മകളാണ്, അപ്പോൾ നിൻ്റെ മുറപ്പെണ്ണുമായി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ വിളിച്ചു കൊടുക്കുകയാണ് കേട്ടോ മനു ചിരിച്ചുകൊണ്ട്. അതെ, നിന്നോട് ഒരാൾക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കണം. അങ്ങനെ മുത്തശ്ശി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ മുത്തശ്ശി? മുത്തശ്ശി എന്താ ഇങ്ങോട്ട് വരാത്തെ? ഓ ഞാൻ വന്നാൽ ബാലേന്ദ്രന് നിനക്ക് ഇഷ്ടമാകും. അതെന്താണ് മുത്തശ്ശി, എൻ്റെ അച്ഛൻ പാവമല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ അച്ഛനും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ മുത്തശ്ശിയുടെ കാര്യം അലീന എടുത്തിട്ട് കമത്തലായിരിക്കും. അതുകൊണ്ട് മുത്തശ്ശിയെ അങ്ങോട്ട് എന്നെ കൊണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവന്നേക്കും മനുവേട്ടാ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മുത്തശ്ശീനെയും അതുപോലെ മാഡത്തിനെയും ഒക്കെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് ആട്ടോ. കാരണം ഒരു മാറ്റവും ഇല്ല, അന്ന് എങ്ങനെയായിരുന്നു ആ കുട്ടി അതുപോലെ തന്നെ എന്നുള്ളത് മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ അലീനയും മുത്തശ്ശിയൊക്കെ കുറേ നേരം സംസാരിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ വരുന്ന രംഗങ്ങളൊക്കെ പറയണത്, ഇനിയിപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വൈജ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ നാളെ വരാനിരിക്കുന്ന ഏകദേശം ഒരു കാര്യങ്ങൾ, ഗംഗാധരൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോണത്, ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നു, വൈജയുടെ അടുത്ത് സംസാരിക്കുന്നു, പിന്നെ മുത്തശ്ശി മനുവായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സീനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മനു തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ കമലയും മനുവും കൂടെ തമ്മിലൊരു ചെറിയ ഒരു ഉടക്കുണ്ട്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നീ പോയി കണ്ടോടാ, അവളെ കണ്ട് സംസാരിച്ചോ, അവളെ കാണാണ്ടിരുന്നതിൻ്റെ കൊതിയൊക്കെ അങ്ങോട്ട് മാറിയെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചൊറിയണ രീതിയിൽ കമല അങ്ങോട്ട് ചെന്നു കേട്ടോ. അതെ ഞാൻ കണ്ടു, സംസാരിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മനുവും അങ്ങോട്ട് ഒന്ന് ഇടയണ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശം നാളെ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫുൾ എപ്പിസോഡിൽ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ചേഞ്ച് ചെയ്ത് ഒന്നും കൂടെ പ്രൊമോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. ലൈക്ക് എല്ലാവരും നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിലും കൂടെ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഒന്ന് ഇങ്ങനെ കയറി പോട്ടെന്നേ, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് കയറി പോകാൻ പറ്റുമോ മുത്തുമണീസേ? അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഈ നാളത്തെ പ്രൊമോ ഇന്നിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ.